അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സമസ്ത കേരള സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ അർദ്ധവാർഷിക പരീക്ഷ കഴിഞ്ഞല്ലോ. ഇനി പേപ്പർ നോക്കണം, റിസൾട്ടുകൾ പ്രസിദ്ധീകരിക്കണം അല്ലേ? ഉസ്താദുമാർ അതിൻ്റെ ചുറ്റുപാടിലായിരിക്കും. ഇതിൻ്റെ ഇടയിൽ റബീഉൽ അവ്വൽ വരുന്നത് കൊണ്ട് ചിലപ്പോൾ 12 വരെ, അല്ലെങ്കിൽ മദ്രസയിലെ വിദ്യാർത്ഥികളുടെ പരിപാടി കഴിയുന്നത് വരെ പേപ്പർ നോക്കാതെ മാറ്റിവെക്കുകയും ചെയ്തേക്കാം. ഈ സാഹചര്യത്തിൽ പല ആളുകൾക്കും ഒരു സഹായമാകും പേപ്പർ നോക്കാൻ ക്വസ്റ്റ്യനും ആൻസറും ഒന്ന് ഷോർട്ടായി പറയുകയോ അല്ലെങ്കിൽ സൂചന നൽകുകയോ ചെയ്താൽ ഉപകാരമാകുമെന്ന് എന്നെ അറിയിച്ച അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. നേരത്തെ കഴിഞ്ഞ 2 വർഷം മുമ്പ് തന്നെ സാധ്യതാ ക്വസ്റ്റ്യനുകളും അതുപോലെ ആൻസറുകളും എക്സാം നടക്കുന്നതിന് മുമ്പ് ചെയ്തിരുന്നു. എക്സാമിന് ശേഷം വന്ന ക്വസ്റ്റ്യനുകളും അതിൻ്റെ ആൻസറുകളും എക്സാം കഴിഞ്ഞ ഉടനെ റിസൾട്ട് നോക്കുന്നതിൻ്റെ മുമ്പ് അതും ചെയ്തിരുന്നു. പലർക്കും ഉപകാരപ്രദമായിട്ടുണ്ട്. കൂടുതലും സൂചനകളാണ് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞു പോയിട്ടുള്ളത്. എന്നാൽ ചില വീഡിയോകളിൽ പൂർണ്ണമായ ആൻസറും വളരെ ലളിതമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഉസ്താദുമാരെ പരിഗണിച്ചിട്ട് വളരെ ചെറിയ സൂചനകൾ മാത്രമാണ് നൽകുന്നത്. വിശാലമായ ഡീറ്റെയിൽസ് ഇപ്പോൾ പറയുന്നില്ല. ഇൻഷാ അല്ലാഹ് ആദ്യം പറയുന്നത് ഈ വർഷത്തെ അർദ്ധവാർഷിക പരീക്ഷയുടെ സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ 8ാം ക്ലാസ്സിലെ ഫിഖ്ഹ് ആണ് ആദ്യം ചർച്ച ചെയ്യുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യത്തെ ക്വസ്റ്റ്യൻ കോളത്തിൽ ടിക്ക് അടയാളപ്പെടുത്താനാണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഫർള് കിഫായയുടെ ഉദാഹരണം. ഫർള് കിഫായ, സാമൂഹ്യ ബാധ്യത, അതിനൊരു ഉദാഹരണം 3 ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത്. സ്വലാത്തുൽ ജനാസ, സ്വലാത്തു റവാത്തീബ്, സ്വലാത്തു സൗമ റമളാൻ. നമുക്കറിയാം ഇത് ജനാസ നിസ്കാരമാണ് അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 2, വുളു എടുക്കൽ മുമ്പ് വുളു സുന്നത്തുള്ള കാര്യം, അഥവാ ആദ്യം തന്നെ വുളു എടുത്ത് ആ കാര്യം ചെയ്യുന്നത് ഏതാണ്? ഖലമുൽ ഹൽഖുർ റഇസ്, ഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണത്തിനാണല്ലോ അങ്ങനെ ഓതേണ്ടത്. ഖിറാഅത്തുൽ ഖുർആനാണ് ആൻസർ. ശരി. ഖുഫ തടവുന്നതിൻ്റെ ഷർത്തുകൾ എണ്ണാണ് ഉദ്ദേശിക്കുന്നത്. സിത്ത, ഖംസ, സബ്അ. നമുക്കറിയാം 5 ഖംസ എന്നത് അല്ലേ? മാ യുസാബു അലാ ഫിഇലിഹി വലാ യുആഖബു അലാ തർക്കിഹി. ചെയ്താൽ പ്രതിഫലവും ഉപേക്ഷിച്ചാൽ ശിക്ഷയുമില്ലാത്തത് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. കറാഹത്ത്, വാജിബ്, സുന്നത്ത്. ആൻസർ സുന്നത്ത്. നിസ്കാരത്തിന്റെ വുജൂബിനെ നിഷേധിച്ചവൻ, നിസ്കാരം നിർബന്ധമില്ല എന്ന് പറഞ്ഞവൻ കാഫിറാണ്. ഹൈദ് അവസാനിച്ചാൽ കുളിക്കുന്നതിൻ്റെ മുമ്പ് അനുവദനീയമായത് ഏതാണ്? തവാഫ്, സുജൂദ്, തൊലാഖ്. ഇതിൽ നമുക്കറിയാം സുജൂദ് ചെയ്യാൻ പറ്റൂല കുളിക്കുന്നതിൻ്റെ മുമ്പ്, തവാഫ് ചെയ്യാൻ പറ്റൂല, അപ്പോൾ തൊലാഖാണ് ആൻസർ. ഇനി ചേരുംപടി ചേർക്കാനുള്ളതാണ്, പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ജനാബത്ത് കൊണ്ട് പ്രത്യേകം ഹറാമാകുന്ന കാര്യം. ആൻസർ അൽ മുക്സു ഫിൽ മസ്ജിദ്, ബി. അടുത്ത് കുളി നിർബന്ധമാകുന്ന ഒരു കാര്യം. ആൻസർ നിഫാസ്. 9ാമത്തെ ക്വസ്റ്റ്യൻ, ശേഷം വുളു സുന്നത്തുള്ള കാര്യം. ആൻസർ ഇ ആണ്, തലഫുളു ബി മഅസിയ, തിന്മ, തെറ്റ് സംസാരിക്കൽ. 10, കുളി സുന്നത്തുള്ളൊരു കാര്യം. ആൻസർ 2, പെരുന്നാൾ, അൽ ഐദാനി. 11, ഹൈദ് കൊണ്ട് പ്രത്യേകം ഹറാമാകുന്ന കാര്യം ഏതാണ്? ആൻസർ നോമ്പ്, അസ്സൗമ്. 12ാമത്തെ ക്വസ്റ്റ്യൻ പൂരിപ്പിക്കാനുള്ളതാണ്, 12 മുതൽ 17 വരെ. ആലിം ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമ, സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. 14ാമത്തെ ക്വസ്റ്റ്യൻ, മുസ്ഹഫിനെ ബഹുമാനിച്ച് എഴുന്നേറ്റ് നിൽക്കുന്നത് ഡാഷാണ്, സുന്നത്താണ്. 15, യാത്രക്കാർ വുളൂഇൽ ഖുഫ തടവുന്നത് 2 കാലുകൾ കഴുകുന്നതിന് പകരമാണ്. 16, 2 കുല്ലത്ത് ഏകദേശം 191 ലിറ്ററാണ്.
ഇന്ന സ്വലാത്ത് കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. അൽ മാഉ ത്വഹൂർ എന്നതിൻ്റെ മറ്റൊരു പേര് മാഉൽ മുത്ലഖ്. നാലിൽ ഒരു മദ്ഹബ് തഖ്ലീദ് ചെയ്യുന്നതിൻ്റെ വിധി നിർബന്ധം. അൽ ജിനായാത്ത് എന്നതിൻ്റെ അർത്ഥം കുറ്റകൃത്യങ്ങൾ. ഒരുപാട് അർത്ഥങ്ങളും ആശയങ്ങളും ഉണ്ടാവും, സാധ്യതകളായ ഒന്ന് പറയുന്നു മാത്രമേ ഉള്ളൂ. മുബാഹിന് പറയുന്ന മറ്റൊരു പേര് ഹലാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സിയാറത്ത് ചെയ്യുമ്പോൾ വുളൂ ചെയ്യുന്നതിൻ്റെ വിധി സുന്നത്ത്. ഹൈദ് നിഫാസ് സമയങ്ങളിൽ നഷ്ടപ്പെട്ട നിസ്കാരം ഖളാ വിട്ടൽ ഹറാം. അങ്ങനെ ഖളാ വിട്ടാൻ തീരുമാനിച്ചാൽ പിന്നെ അതിന് തന്നെ അവർക്ക് സമയം ഉണ്ടാവുള്ളൂ, വേറെ ഒന്നിനും സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് അത് നിഷിദ്ധമാണ്. നെക്സ്റ്റ്, ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ സ്രോതസ്സുകൾ ഏതെല്ലാം? നമുക്കറിയാം, മസാദിറുൽ 4 അല്ലേ? ഖുർആൻ, ഹദീസ്, ഇജ്മാ, ഖിയാസ്. നിസ്കാരം തഹ്രീമിന്റെ കറാഹത്തുള്ള 2 സമയങ്ങൾ. തഹ്രീമിന്റെ കറാഹത്ത് പറഞ്ഞാൽ അത് ഹറാമാണ്, പക്ഷെ ഹറാമാണെന്ന് വ്യക്തമാക്കി ഹദീസിൽ വരാത്തത് കൊണ്ട് തഹ്രീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞു. അസറിന് ശേഷം നിസ്കരിക്കൽ, അതുപോലെ തന്നെ സൂര്യ ഉദിക്കുമ്പോൾ നിസ്കരിക്കും. ഇത് വെറുതെ നിസ്കരിക്കുന്നതിനെ കുറിച്ചാണ് ഈ ചർച്ച. പള്ളിയിൽ കയറിയിട്ടുള്ള തഹിയ്യത്തോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ബഹുമാനിക്കപ്പെടേണ്ട സ്ഥലങ്ങളിലുള്ള നിസ്കാരമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രത്യേകമാകുന്ന നിസ്കാരമോ ഒന്നും ഇതിനെ ബാധിക്കില്ല. കേവലം മുത്തലഖായ സുന്നത്ത് നിസ്കാരത്തിനെ കുറിച്ചാണ് ഈ ചർച്ച. വുളൂ ചെയ്യുന്നതിനിടയിൽ നിയ്യത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് സംശയിച്ചാൽ എന്ത് ചെയ്യണം? ഇസ്തൈനഫ എന്നല്ല കൊടുത്തതിലെ വീണ്ടും തുടങ്ങണം. പിന്നെ കാരണം കൂടാതെ കൂടുതൽ നിസ്കാരമുള്ളവൻ ഖളാ വിട്ട് ഉള്ളവൻ നിർബന്ധമാണ്. എന്ത് നിർബന്ധമാണ്? യുബാദിറു, പെട്ടെന്ന് ഖളാ വിട്ടണം. യുബാദിറു പ്രത്യേകമുണ്ട്. ഖളാ വിട്ടണമെന്ന് പലരും ചിലപ്പോൾ എഴുതി വെച്ചിട്ടുണ്ടാകാം. യുബാദിറു എന്നുണ്ട്, പെട്ടെന്ന് ഖളാ വിട്ടണം. മുമ്പ് കുളിക്കൽ സുന്നത്തുള്ള 4 കാര്യങ്ങൾ അല്ലേ? പേജ് നമ്പർ 36 വ്യക്തമാക്കി പറയുന്നുണ്ട്. പൂർണ്ണമായി വായിക്കാൻ ഇവിടെ സമയമില്ല, അതുകൊണ്ട് സൂചനകൾ തന്നു പോവാണ്. ഇൻഷാ അല്ലാഹ് ഉപകരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് പറയാണ്. അൽ ജുമുഅ വൽ ഈദാനി അൽ കുസുഫാനി അൽ ഇസ്തിസ്ഖാ വൽ ഇഅ്തികാഫ് വൽ അദാൻ വദുഖൂലുൽ മസ്ജിദ്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടത് 4 കാര്യങ്ങളാണ്. ജുമുഅ, പെരുന്നാൾ നിസ്കാരം. ജുമുഅ നിസ്കാരം. അൽ ഈദാനി, 2 പെരുന്നാൾ നിസ്കാരം. കുസൂഫാനി, ഗ്രഹണ നിസ്കാരങ്ങൾ. അൽ ഇസ്തിസ്ഖാ, മഴയെ തേടുന്ന നിസ്കാരം. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇജ്മാ എന്നാൽ എന്ത്? പേജ് നമ്പർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിഷയം കൊടുത്തിട്ടുണ്ട്. ഇജ്മാ നമ്മൾ പഠിച്ചതാണ് അല്ലേ? ഇജ്മാ പറഞ്ഞാൽ ഇത്തിഫാഖ് മുജ്തഹിദിൽ ഉമ്മത്തി ഫി അസ്രി ബഅദി വഫാത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഹുക്മി ശർഈ. ഇതാണ് കൊടുത്തത്. പിന്നെ 30, നിർബന്ധമായ കുളിക്ക് എങ്ങനെയാണ് നിയ്യത്ത് ചെയ്യേണ്ടത്? എന്താണ് കുളി നിർബന്ധമാകാനുള്ളൊരു കാരണം? അതിനെ ഉയർത്തുന്നു എന്ന് നിയ്യത്ത് ചെയ്താൽ മതിയാകും. അല്ലെങ്കിൽ ലാ തദ്ഖുലുൽ മലായികത്തു ബൈതൻ ഫീഹി സൂറത്തൻ വലാ കൽബും വലാ ജുൻബുൻ. ഇതിന്റെ അർത്ഥം എന്താണെന്നാ ചോദിക്കുന്നത്. നായയും രൂപവുമുള്ള വീട്ടിൽ മലക്ക് പ്രവേശിക്കില്ല. പിന്നെ 5 വരിയിൽ കുറയാതെ ഇതാ അല്ല ഇമ്മത്തുൽ അർബ, 4 ഇമാമിയങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ അൽ മാഉൽ മുസ്തഅമലായ വെള്ളം, ഇതിന് 2 കുറിച്ചും 5 വരിയിൽ കുറയാതെ ഇതാ. ഇൻഷാ അല്ലാഹ് തസ്കിയ പറയാം.